നമസ്കാരം. എയ്സ് ആപ്പിലേക്ക് സ്വാഗതം. ഞാൻ മനോജ് കുമാർ. ഇന്ന് നമ്മളിവിടെ പഠിക്കുന്നത് സംസ്ഥാനങ്ങളും അവയുമായി ബന്ധപ്പെട്ട നൃത്ത കലാരൂപങ്ങളെക്കുറിച്ചുമാണ് നമ്മൾ പഠിക്കുന്നത്. ഓരോ സംസ്ഥാനങ്ങളിലെയും നൃത്ത കലാരൂപങ്ങൾ അതാണ് ഇപ്പോൾ നമ്മൾ പഠിക്കാൻ പോകുന്നത്. ആദ്യമായി കേരളത്തിലെ കലാരൂപങ്ങളെക്കുറിച്ച് നമുക്കൊന്ന് നോക്കാം. കേരളത്തിലെ കലാരൂപങ്ങൾ അല്ലെങ്കിൽ നൃത്ത കലാരൂപങ്ങൾ എന്ന് മനസ്സിലാക്കുക. കേരളത്തിലെ പ്രശസ്തമായ നൃത്ത കലാരൂപങ്ങളാണ് ഒന്ന് കഥകളി, 2 മോഹിനിയാട്ടം, 3 ഓട്ടൻതുള്ളൽ, 4 മുടിയേറ്റ്, 5 കൂടിയാട്ടം. മനസ്സിലാക്കൂ, കേരളത്തിലെ പ്രധാനപ്പെട്ട കലാരൂപങ്ങൾ, നൃത്ത കലാരൂപങ്ങൾ കഥകളി, മോഹിനിയാട്ടം, ഓട്ടൻതുള്ളൽ, മുടിയേറ്റ്, കൂടിയാട്ടം. നിങ്ങൾക്കറിയാം, മുടിയേറ്റും കൂടിയാട്ടവും യുനെസ്കോയുടെ പൈതൃക പട്ടികയിൽ ഇടം നേടിയ കേരളീയ കലാരൂപങ്ങൾ ആണ് എന്ന് ഓർക്കുക. ഇനി തമിഴ്നാട്ടിലെ പ്രശസ്തമായ നൃത്തരൂപങ്ങൾ നോക്കൂ. 1 ഭരതനാട്യം, 2 കുമ്മിയാട്ടം, 3 കരകാട്ടം, 4 മയിലാട്ടം. എന്താ പറഞ്ഞത്? തമിഴ്നാടിൻ്റെ നൃത്തരൂപങ്ങളാണ്, നൃത്ത കലാരൂപങ്ങളാണ് ഭരതനാട്യം, കുമ്മിയാട്ടം, കരകാട്ടം, മയിലാട്ടം എന്നിവ. ഭരതനാട്യം, കുമ്മിയാട്ടം, കരകാട്ടം, മയിലാട്ടം. എന്നാൽ കർണാടക സംസ്ഥാനത്തിൻ്റെ പ്രശസ്തമായിട്ടുള്ള നൃത്ത കലാരൂപങ്ങളാണ് ഒന്ന് യക്ഷഗാനം കർണാടകയുടേതാണ്. കർണാടകയുടെ പ്രശസ്തമായ നൃത്ത കലാരൂപങ്ങളാണ് പറയുന്നത്. 1 യക്ഷഗാനം, 2 കുനിതയും യക്ഷഗാനവും കർണാടകയുടെ നൃത്ത കലാരൂപങ്ങളാണ് എന്ന് ഓർക്കുക. ഇനി ആന്ധ്രാപ്രദേശിലെ പ്രശസ്തമായിട്ടുള്ള നൃത്ത കലാരൂപങ്ങൾ 1 കുച്ചിപ്പുടി, 2 കൊട്ടം. 1 കുച്ചിപ്പുടിയും കൊട്ടവും ഏത് സംസ്ഥാനത്തെ നൃത്ത കലാരൂപങ്ങളാണെന്ന് ചോദിച്ചാൽ ആന്ധ്രാപ്രദേശ് എന്ന് ഉത്തരം നൽകുക. ഇനി ഗോവ എന്ന സംസ്ഥാനത്തെ പ്രധാനപ്പെട്ട നൃത്ത കലാരൂപങ്ങൾ 1 താൽഗഡി, 2 ധാലോ എന്നിവയാണ്. നോക്കൂ, ഗോവ എന്ന സംസ്ഥാനത്തെ പ്രധാനപ്പെട്ട നൃത്ത കലാരൂപങ്ങളാണ് 1 താൽഗഡി, 2 ധാലോ എന്നിവ. ഇനി മറ്റൊരു സംസ്ഥാനമായ മഹാരാഷ്ട്രയിലെ പ്രധാനപ്പെട്ട നൃത്ത കലാരൂപങ്ങളാണ് ഇനി പറയുന്നത്. 1 തമാശ, 2 ലസീം, 3 ദഹികാല. അപ്പോൾ തമാശയും ലസീം, ദഹികാല എന്നീ നൃത്ത കലാരൂപങ്ങൾ ഏത് സംസ്ഥാനത്തേത് എന്ന് ചോദിച്ചാൽ മഹാരാഷ്ട്രയുടേത് എന്ന് പറയാം. തമാശ, ലസീം, ദഹികാല എന്നിവ. ഇനി ഗുജറാത്ത് സംസ്ഥാനത്തിൻ്റെ പ്രധാനപ്പെട്ട നൃത്ത കലാരൂപങ്ങളെക്കുറിച്ച് നമുക്കൊന്ന് പഠിക്കാം. 1 ഗർഭ, 2 രാസലീല, 3 തിപ്പിലി എന്നിവയാണ്. നോക്കൂ, ഗുജറാത്ത് സംസ്ഥാനത്തിൻ്റെ പ്രധാനപ്പെട്ട നൃത്ത കലാരൂപങ്ങളാണ് 1 ഗർഭ, രാസലീല, തിപ്പിലി എന്നിവ. ഗുജറാത്തിലെ പ്രധാനപ്പെട്ട നൃത്ത കലാരൂപങ്ങൾ ഗർഭ, രാസലീല, തിപ്പിലി എന്നിവയാണ്. ഇനി അടുത്ത സംസ്ഥാനമായ രാജസ്ഥാനിലെ പ്രധാനപ്പെട്ട നൃത്ത കലാരൂപങ്ങളാണ് 1 ഖയാൻ, 2 ജുഗല്ലീല, 3 ഗുമാർ എന്നിവ. രാജസ്ഥാനിലെ പ്രധാനപ്പെട്ട നൃത്ത കലാരൂപങ്ങളാണ് 1 ഖയാൻ, 2 ജുഗല്ലീല, 3 ഗുമാർ. ഖയാൻ, ജുഗൽ ലീല, ഗുമാർ എന്നിവ രാജസ്ഥാനിലെ നൃത്ത കലാരൂപങ്ങളാണെന്ന് ഓർക്കുക. ഇനി ഹരിയാന സംസ്ഥാനത്തിൻ്റെ പ്രധാനപ്പെട്ട നൃത്ത കലാരൂപങ്ങളാണ് 1 ഫാഗ്, 2 ധമൻ, 3 സ്വാങ്. നോക്കൂ, ഹരിയാന സംസ്ഥാനത്തിൻ്റെ പ്രധാനപ്പെട്ട നൃത്ത കലാരൂപങ്ങളാണ് 1 ഫാഗ്, 2 ധമൻ, 3 സ്വാങ് എന്നിവ. നോക്കൂ, ഇനി ഹിമാചൽ പ്രദേശിലെ പ്രധാനപ്പെട്ട നൃത്ത കലാരൂപങ്ങളാണ് 1 ലൂട്ടി, 1 ലൂഡി, 2 നാട്ടി, 3 കായങ്ക. ലൂഡി, നാട്ടി, കായങ്ക എന്നിവ ഹിമാചൽ പ്രദേശിലെ പ്രധാനപ്പെട്ട നൃത്ത കലാരൂപങ്ങളാണ് എന്ന് ഓർക്കുക. ലൂഡി, നാട്ടി, കായങ്ക. ഉത്തർപ്രദേശ് എന്ന സംസ്ഥാനത്തിൻ്റെ പ്രധാനപ്പെട്ട നൃത്ത കലാരൂപങ്ങളാണ് കഥക്, നൗട്ടങ്കി, രാസലീല എന്നിവ. നോക്കൂ, കഥക് ക്ലാസിക്കൽ പദവി ലഭിച്ച ഉത്തർപ്രദേശിൻ്റെ നൃത്തരൂപമാണ് കഥക് എന്ന് പറയുന്നത്. കഥക് അതുപോലെ തന്നെ ഹിന്ദു മുസ്ലിം സാംസ്കാരികാംശങ്ങൾ ഉൾക്കൊണ്ട നൃത്തരൂപം എന്ന് പറയുന്നതും ഈ കഥക് നൃത്തരൂപത്തെയാണ്. ഉത്തർപ്രദേശിലെ പ്രധാനപ്പെട്ട നൃത്തരൂപങ്ങളാണ് കഥക്, നൗട്ടങ്കി, രാസലീല. കഥക്, നൗട്ടങ്കി, രാസലീല എന്നിവ ഉത്തർപ്രദേശിലെ പ്രധാനപ്പെട്ട നൃത്തരൂപങ്ങളാണ് എന്ന് ഓർക്കുക. ഇനി ബംഗാൾ സംസ്ഥാനത്തെ പ്രധാനപ്പെട്ട നൃത്തരൂപങ്ങളാണ് ഛൗ, ജാത്ര, ഖദി എന്നിവ. ഛൗ, ജാത്ര, ഖദി എന്നിവ. നോക്കൂ, ബംഗാൾ സംസ്ഥാനത്തെ പ്രധാനപ്പെട്ട നൃത്തരൂപങ്ങളാണ് ഛൗ, ജാത്ര, ഖദി എന്നിവ. ഇനി ഒഡീഷ സംസ്ഥാനത്തെ പ്രധാനപ്പെട്ട നൃത്തരൂപങ്ങളാണ് ഒഡീസി, ഛൗ, ഗോട്ടിപ്പുവ. ഒഡീഷയിലെ പ്രധാനപ്പെട്ട നൃത്തരൂപങ്ങളാണ് ഒഡീസി,
ഛൗ ഗോട്ടിപ്പൂവ. ഇതിൽ ഒഡീസിയാണ് ഒഡീഷയുടെ ക്ലാസിക്കൽ പദവി ലഭിച്ച നൃത്തരൂപം എന്ന് ഓർക്കുക. ഒഡീഷയുടെ പ്രധാനപ്പെട്ട നൃത്തരൂപങ്ങളാണ് ഒഡീസി, ഛൗ, ഗോട്ടിപ്പൂവ എന്നിവ. ഇനി മധ്യപ്രദേശിലെ പ്രധാനപ്പെട്ട നൃത്തരൂപങ്ങളാണ് ഒന്ന് ലോത്ത, രണ്ട് മാച്ച. ലോത്ത, അത് ലോട്ട എന്നും കാണാറുണ്ട്, ശ്രദ്ധിക്കുക. ലോത്ത, മാച്ച എന്നിവ മധ്യപ്രദേശിലെ പ്രധാനപ്പെട്ട നൃത്ത കലാരൂപങ്ങളാണ് എന്ന് ഓർക്കുക. മധ്യപ്രദേശ്, ലോത്ത, മാച്ച. ഇനി ബീഹാർ സംസ്ഥാനത്തെ പ്രധാനപ്പെട്ട നൃത്ത കലാരൂപങ്ങളെക്കുറിച്ച് നമുക്കൊന്ന് പഠിക്കാം. ഒന്ന് ജനാജദിം, രണ്ട് ബിദാസിയ. ബീഹാർ എന്ന് പറയുന്ന സംസ്ഥാനത്തെ പ്രധാനപ്പെട്ട നൃത്ത കലാരൂപങ്ങളാണ് ഒന്ന് ജനാജദിം, രണ്ട് ബിദാസിയ. നോക്കൂ, ജനാജദിം, ബിദാസിയ എന്നിവ ബീഹാർ സംസ്ഥാനത്തെ പ്രധാനപ്പെട്ട നൃത്ത കലാരൂപങ്ങളാണ് എന്ന് ഓർക്കുക. ഇനി പഞ്ചാബിൻ്റെ പ്രധാനപ്പെട്ട നൃത്ത കലാരൂപങ്ങളെക്കുറിച്ച് പറയുന്നു. ഒന്ന് ഭംഗ്ര, രണ്ട് ഗിഡ. നോക്കൂ, ഭംഗ്ര നൃത്തവും ഗിഡ നൃത്തവും ഏത് സംസ്ഥാനത്തെയാണെന്ന് ചോദിച്ചാൽ പഞ്ചാബ് സംസ്ഥാനം എന്ന് പറയണേ. പഞ്ചാബിലെ പ്രധാനപ്പെട്ട നൃത്ത കലാരൂപങ്ങളാണ് ഒന്ന് ഭംഗ്ര, രണ്ട് ഗിഡ എന്നിവ. ഇനി ഉത്തരാഖണ്ഡിലെ പ്രധാനപ്പെട്ട നൃത്ത കലാരൂപങ്ങളെക്കുറിച്ച് ഞാൻ പറയുന്നു. ഒന്ന് ജാഗർ, രണ്ട് കുമയൂൺ. ഇതെല്ലാം ചോദിക്കുന്ന ചോദ്യങ്ങളാണ് കേട്ടോ. പലപ്പോഴായിട്ട് PSC നമ്മോട് ചോദിച്ച ചോദ്യങ്ങളാണ് ഈ പറയുന്നത് മുഴുവൻ. ഉത്തരാഖണ്ഡിലെ പ്രധാനപ്പെട്ട നൃത്ത കലാരൂപങ്ങളാണ് ഒന്ന് ജാഗർ, രണ്ട് കുമയൂൺ എന്നിവ. ഉത്തരാഖണ്ഡിലെ പ്രധാനപ്പെട്ട നൃത്ത കലാരൂപങ്ങളാണ് പറയുന്നത് ഒന്ന് ജാഗർ, രണ്ട് കുമയൂൺ എന്നിവ. എന്നാൽ ആസാമിലെ പ്രധാനപ്പെട്ട നൃത്ത കലാരൂപങ്ങളെക്കുറിച്ച് നമുക്കൊന്ന് പരിശോധിക്കാം. ഒന്ന് ബിഹു, രണ്ട് സാത്രിയ. ബിഹു ഫെസ്റ്റിവൽ കൂടിയാണ്. ആസാമിൻ്റെ ഫെസ്റ്റിവലാണ് ബിഹു. ബിഹു ഫെസ്റ്റിവലിൽ അവതരിപ്പിക്കുന്ന നൃത്തമാണ് ബിഹു ഡാൻസ് എന്ന് പറയുന്നത്. എന്നാൽ ആസാമിൻ്റെ ക്ലാസിക്കൽ പദവി ലഭിച്ച നൃത്തരൂപം ഏതാണെന്ന് ചോദിച്ചാൽ സാത്രിയ എന്ന് ഉത്തരം നൽകണം. അതൊരു പ്രാവശ്യം ചോദിച്ചതാണ്, ഇങ്ങനെ തന്നെയാണ് ചോദിച്ചത്. ആസാമിൻ്റെ ക്ലാസിക്കൽ പദവി ലഭിച്ച നൃത്തരൂപം ഏതാണെന്ന് ചോദിച്ചു, സാത്രിയ എന്ന് ഉത്തരം നൽകുക. അപ്പോൾ ആസാമിൻ്റെ പ്രധാനപ്പെട്ട നൃത്ത കലാരൂപങ്ങളാണ് ഒന്ന് ബിഹു, രണ്ട് സാത്രിയ എന്നിവ ഓർക്കുക. ഇനി മണിപ്പൂർ സംസ്ഥാനത്തെ പ്രധാനപ്പെട്ട നൃത്ത കലാരൂപങ്ങളെക്കുറിച്ച് നോക്കാം. ഒന്ന് മണിപ്പൂരി, രണ്ട് മഹാരസ, മൂന്ന് സങ്കീർത്തന. മണിപ്പൂരി, മഹാരസ, സങ്കീർത്തന എന്നിവ മണിപ്പൂരിൻ്റെ പ്രധാനപ്പെട്ട നൃത്ത കലാരൂപങ്ങളാണ് എന്ന് പറയുക. മണിപ്പൂരിൻ്റെ പ്രധാനപ്പെട്ട നൃത്ത കലാരൂപങ്ങൾ മണിപ്പൂരി, മഹാരസ, സങ്കീർത്തന എന്നിവ. എന്നാൽ അരുണാചൽ പ്രദേശിലെ പ്രധാനപ്പെട്ട ഒരു നൃത്തരൂപമാണ് വൈക്കിംഗ് എന്നത്. നോക്കൂ, വൈക്കിംഗ് എന്നത് അരുണാചൽ പ്രദേശിലെ പ്രധാനപ്പെട്ട ഒരു നൃത്ത കലാരൂപമാണ് എന്ന് ഓർക്കുക. ഒരു നൃത്തമാണ്, ഡാൻസ് ഫോം തന്നെയാണ് അരുണാചൽ പ്രദേശിൻ്റെത്. ഏത്? വൈക്കിംഗ് എന്നുള്ളത് ഓർക്കുക. എന്നാൽ മിസോറാമിൻ്റെ പ്രധാനപ്പെട്ട നൃത്തരൂപമെന്ന് നമുക്ക് പറയാം ബാംബു ഡാൻസ്. മിസോറാമിൻ്റെ പ്രധാനപ്പെട്ട നൃത്തരൂപമാണ് ബാംബു ഡാൻസ് എന്ന് പറയുന്നത്. എന്നാൽ ത്രിപുര സംസ്ഥാനത്തെ പ്രധാനപ്പെട്ട നൃത്തരൂപങ്ങളാണ് ചിരാവും ഖുല്ലവും. ചിരാവ്, ഖുല്ലം എന്നിവ ത്രിപുര സംസ്ഥാനത്തിൻ്റെ പ്രധാനപ്പെട്ട നൃത്തരൂപങ്ങളാണ് ചിരാവ്, ഖുല്ലം എന്നിവ. എന്നാൽ ജമ്മു കാശ്മീരിലെ പ്രധാനപ്പെട്ട നൃത്തരൂപങ്ങൾ നമുക്ക് നോക്കാം. ഒന്ന് റൌഫ്, രണ്ട് ചാക്രി, മൂന്ന് ദുമാൽ എന്നിവ. ജമ്മു കാശ്മീരിലെ പ്രധാനപ്പെട്ട നൃത്ത രൂപങ്ങളാണ് റൌഫ്, ചാക്രി, ദുമാൽ എന്നിവ. റൌഫ്, ചാക്രി, ദുമാൽ എന്നിവ ജമ്മു കാശ്മീരിലെ പ്രധാനപ്പെട്ട നൃത്തരൂപങ്ങളാണ്. ഇത്രയുമാണ് ഇന്ത്യൻ സംസ്ഥാനങ്ങളിലെ പ്രധാനപ്പെട്ട നൃത്തരൂപങ്ങളെക്കുറിച്ച് പറയാനുള്ളത്. ഇത് പലപ്പോഴായി PSC നമ്മോട് ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. ഈ ചോദ്യങ്ങളും ഈ സംസ്ഥാനങ്ങളും ഈ നൃത്ത കലാരൂപങ്ങളും വളരെ വ്യക്തമായി തന്നെ മാറിപ്പോവാത്ത രീതിയിൽ മനസ്സിലാക്കുക. വീണ്ടും അടുത്തൊരു ക്ലാസ്സിൽ നമുക്ക് കണ്ടുമുട്ടാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.